നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയ വാരം വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച കാർഷിക ഉൽപ്പന്നങ്ങളിൽ വിലയിൽ രാജാവായത് റബ്ബർ തന്നെ. അതേസമയം കുരുമുളക് കർഷകന് കനത്ത നഷ്ടം നേരിട്ടു. ലേലത്തിൽ ഇലത്തേയില വില കൂടി, സ്വർണ്ണവില കുറഞ്ഞു. വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ പോയ വാരവും ഇടിവ് തുടർന്നു. എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് പോയ വാരം റബ്ബർ വിറ്റത്. കിലോ 3 രൂപ ഉയർന്നതോടെ റബ്ബർ റെക്കോർഡ് വിലയിലെത്തി. കിലോയ്ക്ക് 263 രൂപയിൽ വിറ്റ് നിർത്തിയ RSS 4 പോയ വാരാന്ത്യം 267 രൂപയിലാണ് വ്യാപാരം നിർത്തിയത്. 260 രൂപയിലാണ് തുടക്കത്തിൽ വില കുറച്ച് ടയർ കമ്പനികൾ ആവശ്യപ്പെട്ടതെങ്കിലും തയ്യാർ നിരക്കിൽ ബാങ്കോക്കിൽ വില 300 കടന്നതോടെ കർഷകരും ഇടനിലക്കാരും വിൽപ്പനയിൽ നിന്നും പിന്മാറി. ഇതോടെ അത്യാവശ്യക്കാരായ ടയർ കമ്പനികൾ വില ഉയർത്തി വാങ്ങാൻ നിർബന്ധിതരായെന്നാണ് കർഷകർ വാരാവസാനം പറഞ്ഞത്. ആഗോളതലത്തിൽ റബ്ബറിൻ്റെ ഉൽപ്പാദന കുറവാണ് ടയർ കമ്പനികൾ വില ഉയർത്താൻ കാരണമായത്. ഇതിന് പുറമെ ബാങ്കോക്കിൽ തയ്യാർ നിരക്കിൽ റബ്ബർ കിലോ 300 കടന്നത് കർഷകർക്ക് ആശ്വാസമായി. മുൻകാലങ്ങളിൽ ബാങ്കോക്കിൽ വില കൂടുമ്പോൾ ആഭ്യന്തര വില ബാങ്കോക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് എത്തിയിരുന്നത്. ബാങ്കോക്കിൽ RSS 4 301 രൂപ കടന്നിരിക്കെ ആഭ്യന്തര വില 320 കടക്കേണ്ടതാണെന്ന് കർഷകർ പറഞ്ഞു. ബാങ്കോക്കിൽ കിലോ 14 രൂപ വില ഉയർന്നപ്പോൾ ഇവിടെ 4 രൂപയാണ് ടയർ കമ്പനികൾ വില ഉയർത്തിയത്. ചൈന അവധി വില കിലോ 249 മാറ്റമില്ലാതെ തുടർന്നപ്പോൾ ടോക്കിയോ മാർക്കറ്റ് കിലോ 3 രൂപ ഉയർത്തി 248 വാരാവസാനം വില നിശ്ചയിച്ചത്. ഒരു മാസത്തിലേറെയായി റബ്ബറിന് ആഭ്യന്തര വില ഉയർന്നുകൊണ്ടിരിക്കെ നികുതിയും കപ്പൽ കൂലിയും തൊഴിൽ കൂലിയും കൊടുത്ത് ഇറക്കുമതി ചെയ്താലും രാജ്യാന്തര വില ഉയർന്നതും ഉൽപാദനക്കുറവും വരുത്തിയ സാഹചര്യത്തിൽ വൻകിട ടയർ കമ്പനികൾ ഇറക്കുമതിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ചെറുകിട ഇരുചക്ര മുച്ചക്ര ടയർ കമ്പനികൾ RSS 5 കിലോ 5 രൂപ വില ഉയർത്തി 262 രൂപയിലാണ് വാങ്ങിയത്. വരും ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. അപ്പോൾ റബ്ബറിന് ഇപ്പോൾ ഡിമാൻഡ് കൂടി നിൽക്കുകയാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.